നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ അംശാവതാര യോഗം എന്നൊരു യോഗത്തെയാണ് പരിചയപ്പെടുന്നത്. ഇതിനോടകം തന്നെ ആസ്ട്രോ മീഡിയയിലൂടെ അനവധി പ്രശസ്തമായിട്ടുള്ള യോഗങ്ങളെ പറ്റിയിട്ട്, പ്രശസ്തമായ യോഗം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് പെട്ടെന്ന് പരിചിതമല്ലാതെ കുറച്ച് കിട്ടാൻ പ്രയാസമുള്ള കുറേ യോഗങ്ങൾ ആസ്ട്രോ മീഡിയ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലത്തെ ഒരു വിശേഷപ്പെട്ടൊരു യോഗമാണ് അംശാവതാര യോഗം. അംശാവതാര യോഗം എന്ന് പറയുമ്പോൾ അവതാര പുരുഷന് തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമെന്നല്ലേ നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശാസ്ത്ര നിയമം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. എങ്ങനെ വന്നാലാണ് അംശാവതാര യോഗം ഉണ്ടാവുക? ആ യോഗത്തിൽ ജനിച്ച ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണമല്ലോ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ നോക്കി നോക്കാം. കേന്ദ്രഗൗ സിതദേവേഢ്യോ സോച്ച കേന്ദ്രഗതേ കുജേ ചരലഗ്നേയ യഥാജന്മ യോഗോയമവതാരജ. യോഗോയ അവതാരജ, അങ്ങനെയാണത് പദം മുറിയ. അതായത് കേന്ദ്രഗൗ സിതദേവേഢ്യോ സോച്ച കേന്ദ്രഗതേ കുജേ. കേന്ദ്രഗൗ സിതദേവേഢ്യോ എന്നുള്ളൊരു പദം. അതായത് സിതനും ദേവേഢ്യനും, സിതൻ ശുക്രൻ ദേവേഢ്യൻ വ്യാഴം, കേന്ദ്രഗൗ കേന്ദ്രരാശിയിൽ നിൽക്കുക. അതായത് ജാതകത്തിൽ ലഗ്നം മുതൽ 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുക എന്ന് സാരം. സോച്ചേ കേന്ദ്രഗതേ കുജേ, ഉച്ചസ്ഥനായിരിക്കുന്ന ചൊവ്വയും കേന്ദ്രരാശിയിൽ നിൽക്കണം. അങ്ങനെ കേന്ദ്രരാശിയിൽ നിൽക്കുന്ന സമയത്ത് ചരലഗ്നേ യഥാജന്മ യോഗോ യമവതാരജ. ചരലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് അംശാവതാര യോഗമായിട്ട് കണക്കാക്കിക്കൊള്ളാം. അപ്പോൾ തുലാലഗ്ന വിചാരിക്കുക, മകരത്തിൽ ചൊവ്വ നിൽക്കുക, മേടത്തിൽ ശുക്രനും വ്യാഴക്ക് കൂടി നിൽക്കുക, അല്ലാച്ചാൽ കർക്കിടക രാശിയിൽ നിൽക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായാൽ മതി. ലഗ്നത്തിലായാലും മതി, 7, 4, 10 ആയാലും മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അംശാവതാര യോഗത്തിൻ്റെ സൂചനയാണ്. കാരണം ഈ യോഗമുള്ള ആൾക്കാരെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്, അനുഭവമുള്ളത് കൊണ്ടാണ് ഈ യോഗത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ആക്റ്റീവ് അല്ലാതെ ചില യോഗങ്ങളൊന്നും ചില കാലഘട്ടത്തിൽ സൂട്ടാവില്ല. അങ്ങനെയുള്ള യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനോടൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ യോഗങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഗ്രഹങ്ങൾക്ക് ബലം വേണം, ചന്ദ്രന് ബലം വേണം. ചന്ദ്രന് ബലം ഉണ്ട് വെച്ചാൽ മാത്രമേ മറ്റു യോഗങ്ങൾക്കൊക്കെ ബലം ഉണ്ടാവൂ. ചന്ദ്രൻ വീര്യം, വീര്യബീജം ഗ്രഹമാണ്. ചന്ദ്രന് ബലമില്ലാണ്ട് ഇനിയിപ്പോൾ കേസരിയോഗോ, അഖണ്ഡ സാമ്രാജ്യ യോഗോ, സുനഭായോഗോ, അനഭായോഗോ, ദുരുധര എന്തുണ്ടായാലും കാര്യമില്ല, ചന്ദ്രൻ പക്ഷബലപ്രധാനിയായിരിക്കണം. ചന്ദ്രന് ഉച്ചോ സ്വക്ഷേത്രം ഒന്നല്ല പ്രധാനം, ചന്ദ്രന് പക്ഷബലം. കറുത്ത പക്ഷത്തിൽ അഷ്ടമി വരയ്ക്ക് ചന്ദ്രന് ബലമുണ്ട്. അഷ്ടമിക്ക് ശേഷം ചന്ദ്രൻ വിബലനാണ്. വെളുത്ത പക്ഷത്തിൽ പഞ്ചമി തൊട്ടിട്ട് ചന്ദ്രൻ്റെ ബലം തുടങ്ങും. വെളുത്ത പക്ഷത്തിൽ പ്രഥമയിലോ ദ്വിതീയയിലോ തൃതീയയിലോ ചതുർത്ഥിയിലോ ഒന്നും ചന്ദ്രൻ്റെ ബലം ഉണ്ടാവില്ല. പഞ്ചമി മുതലാണ് ചന്ദ്രൻ്റെ വീര്യം വർദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഗ്രഹനിലയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചന്ദ്രനാണെച്ചാൽ ഈ പറയുന്ന യോഗങ്ങൾ അനുഭവസാക്ഷ്യം കൂടുതലായിരിക്കും. പിന്നെ ഇതിനേക്കാൾ കടുപ്പമുള്ള എന്തെങ്കിലും ശകടയോഗോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ ഈ യോഗം ഒന്നും ആക്റ്റീവ് ആവില്ല കേട്ടോ. അപ്പോൾ അത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെ കിട്ടാൻ പ്രയാസമുള്ള യോഗ, ജീവിതാനുഭവമായിട്ട് വരണമെങ്കിൽ അത്രയും സുഹൃതം ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഫലം, ഇത് ഇത്തിരി കാര്യങ്ങൾ പറയാണ്ട് ക്ഷമയില്ലാത്തവരിത് കേൾക്കാൻ നിൽക്കരുത്, ക്ഷമയുള്ളവർ മാത്രം തുടരുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എന്താണ്, അതിൻ്റെ ഫലം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ പുണ്യശ്ലോക തീർത്ഥചാരീകലാജ്ഞ കാമാസക്ത കാലകർത്താചിതാത്മ വേദാന്തജ്ഞോ വേദശാസ്ത്രാധികാരി ജാതോ രാജശ്രീയ യശോംശാവതാരേ. അതായത് രാജശ്രീ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. രാജശ്രീ എന്ന് പറയുമ്പോൾ രാജാവിന് തുല്യമായ അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് നോക്കി ആ ജാതകത്തിൽ ഈ യോഗം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അതിനെ വീഡിയോ ചെയ്യാം എന്ന് ധരിച്ചതേ. അതായത് അദ്ദേഹം ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു യോഗത്തെ പറ്റി അറിഞ്ഞില്ല. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, സമൂഹത്തിലെല്ലാവരും അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ജാതകം കൊണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ആ ജാതകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അദ്ദേഹം ജ്യോതിഷത്തിൽ താല്പര്യമുള്ള കക്ഷിയാണ്. അപ്പം എന്നോട് ജ്യോതിഷം പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു. അത് നമുക്കിപ്പോൾ തൽക്കാലം അത് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക്
നോക്കിയിട്ട് പോവാം. അപ്പോൾ പുണ്യശ്ലോക തീർത്ഥശാരീകലജ്ഞ, ഈ അംശാവതാര യോഗം ഉള്ള ആള് പരിശുദ്ധമായ കീർത്തിയോട് കൂടിയവനായിരിക്കും. കലർപ്പില്ലാതെയുള്ള കീർത്തി. കാരണം വ്യാജമായിട്ടുണ്ടാക്കിയ കീർത്തിയാവില്ല, നാച്ചുറലായിട്ട് സംഭവിച്ചതായിരിക്കും. അങ്ങനെ അധ്വാനം കൊണ്ടോ അദ്ദേഹം ചെയ്യുന്ന ഫീൽഡ് കൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടൊക്കെ ആയിരിക്കും ആ വ്യക്തിക്ക് കീർത്തി ഉണ്ടാവുക. തീർത്ഥശാരി ആയിരിക്കുക. തീർത്ഥസ്നാനം എന്ന് പറയുമ്പോൾ പുണ്യക്ഷേത്ര ദർശനത്തിലൊക്കെ താല്പര്യം ഉണ്ടാവുക. ഈശ്വരവിശ്വാസമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാവുള്ളൂ. അല്ലാണെങ്കിൽ ഈ ശാസ്ത്രനിന്ദ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകൾക്കൊന്നും ഇത് കിട്ടില്ല എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഈ യോഗമുള്ള ആൾക്കാർ അങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ പരിശുദ്ധ കീർത്തി ഉണ്ടാവും. തീർത്ഥസ്നാനം ചെയ്യുന്നവനായിരിക്കും. തീർത്ഥസ്നാനം ചെയ്യുന്നവന് പാപം ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കലാകാരനായിരിക്കും. അതായത് നല്ല എന്തെങ്കിലും തരത്തിലായ കലകൾ അഭ്യസിച്ച വ്യക്തിയായിരിക്കും. കാമാസക്തി ഉള്ളവനായിരിക്കും. കാമിയായിരിക്കുന്ന പറയാം. അമിതമായിട്ടുള്ള കാമാസക്തി എല്ലാം കൂടി ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ തീർത്ഥചാരിയിലൊന്നും കാമാസക്തി അധികം ഉണ്ടാവൽ പതിവില്ല. അപ്പം ഇന്ന് വന്ന വ്യക്തിക്കൊന്നും അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട്. കാമാസക്തി ഉണ്ടാവും, മനുഷ്യന് വേണ്ടതല്ലേ അത്. പക്ഷെ അമിതമായിട്ടുള്ള കാമാസക്തിയാണ് ദോഷം ചെയ്യുക. കാലകർത്താജിതാത്മാ, കാലകർത്താവായിരിക്കും എന്ന് പറയാം. കാലത്തെ അറിയുന്നവനായിരിക്കും. കാലം എന്ന് പറയുമ്പോൾ ത്രൈകാലിക വിതാം വച, അതായത് കാലങ്ങളെ അറിയുന്നവൻ ദൈവജ്ഞൻ അല്ലെങ്കിൽ ജ്യോതിഷി അല്ലെങ്കിൽ മുഹൂർത്തം വിധിക്കാനുള്ള വേദശാസ്ത്രാധികാരി എന്നെടുത്തത് പറഞ്ഞതുകൊണ്ട് മുഹൂർത്തങ്ങളെ വിധിക്കുന്നവനായിരിക്കും. വേദശാസ്ത്രങ്ങളിൽ അറിവും അർഹതയുള്ള വ്യക്തിയായിരിക്കും എന്നൊക്കെയാണ്. അതാണ് വേദശാസ്ത്രാധികാരി. ജാതോ രാജശ്രീ യശോംശ അവതാരേ, രാജശ്രീയെ പോലെയുള്ള കാര്യങ്ങൾ, അതായത് രാജാവിന് തുല്യമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുക. അതിപ്പോൾ സിംഹാസനത്തിലിരുന്ന് മൃഷ്ടാന്നഭോജനം കഴിക്കണം, ആഡംബര വസ്ത്രം എടുക്കണം, ആഡംബരക്കാറിൽ പോകണം, അതല്ല അതിൻ്റെ അർത്ഥം. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരിക്കുക, അതാണ് രാജശ്രീ. രാജാവിനെല്ലാവരും ബഹുമാനിക്കും. അപ്പോൾ എന്തെങ്കിലും ആ വ്യക്തിത്വം കൊണ്ടാണ് ബഹുമാനം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അത്യാഡംബരങ്ങളും അതിനേക്കാൾ കൂടുതൽ പ്രശസ്തിയാണ് ഈ യോഗത്തിൻ്റെ ഫലമായിട്ട് വരുന്നത്. അപ്പോൾ സൽകീർത്തിയും പ്രശസ്തിയും ഉണ്ടാവും. കുറേ ധനമില്ലാത്ത ആളാണെങ്കിലും കണ്ടാൽ തന്നെ ബഹുമാനം തോന്നുന്ന വ്യക്തികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ആദരവ് കൊടുക്കണില്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം ഒരാളുടെ പ്രശസ്തിയിൽ അസൂയപ്പെടുന്ന ചില ആളുകളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതരായിരിക്കുന്ന നമ്മളുടെ ഇടയിലൊക്കെയും അത്തരം ആളുകളുണ്ട്. അതൊന്നും പാടില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിന്ന് അസൂയ പോലെയുള്ള കാര്യങ്ങൾ എന്ന് അകലുന്നുവോ ആ വ്യക്തിയിൽ മാത്രമേ ഈശ്വരൻ ജനിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി നമുക്ക് പ്രധാനമാണ്. ഇതം ക്ഷേത്രം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഭഗവാൻ പറഞ്ഞത് എന്താണ്? നിൻ്റെ ഹൃദയം തന്നെയാണ് നിൻ്റെ ക്ഷേത്രം. നീ അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പോൾ നിൻ്റെ ഹൃദയശുദ്ധിയുള്ള ആളാണോ, നിൻ്റെ മനസ്സിന് ശുദ്ധിയുണ്ടോ, നിനക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന തത്വം. അപ്പോൾ ഈ യോഗമുള്ള ആൾക്കാരൊക്കെ വിനയാന്വിതന്മാരും സൽകീർത്തിയുള്ളവരും തൻ്റെ കഴിവുകൊണ്ട് ആയവരൊക്കെ ആയിരിക്കും. കാരണം വളഞ്ഞ വഴിയിലൂടെ പ്രശസ്തിയായിരിക്കുന്ന ആൾക്കാരാവില്ല. അവരുടെ സ്വയം അധ്വാനം കൊണ്ടും കഴിവുകൊണ്ടും പ്രശസ്തിയുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് സാധ്യത ഉണ്ട്. ഈ യോഗമുള്ള ആളുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സമൂഹത്തിനോട് ചെയ്യാനും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ആദരവും പ്രശസ്തിയും ഒക്കെ അതിനും ഒരു ഭാഗ്യം വേണം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദീർഘായുസ് വേണം, ദൈവാധീനം വേണം, ഭാഗ്യം വേണം. ഇതുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് കിട്ടുക, ഈ യോഗം കിട്ടുക. സാധാരണ ഇത്തരം യോഗങ്ങളെല്ലാം 30 വയസ്സിന് ശേഷമാണ് ആക്റ്റീവ് ആവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ യോഗം കൊണ്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആസ്ട്രോമീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര സംബന്ധിയായിട്ട് പ്രമാണപുരുഷർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേൾക്കുക. ഇത് മാത്രമല്ല, അതൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.